മലയാളികൾക്ക് സുപരിചിതയായ നടിമാരിൽ ഒരാളാണ് കൃതി ഷെട്ടി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ തെലുങ്ക് സിനിമയിൽ തന്റേതായ ഒരു ഇടം നേടിയെടുത്ത നായികമാരിൽ ഒരു നടിയാണ് ഇവർ. ഉപ്പെന്ന എന്ന സിനിമയിലൂടെയാണ് ഇവർ അരങ്ങേറുന്നത്. 16 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഇവർ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. 18 വയസ്സ് ഉള്ളപ്പോൾ ആണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. വളരെ മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമ സ്വന്തമാക്കിയത്. ഈ സിനിമയിലെ നടിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു. ഇന്ന് തമിഴിലെയും തെലുങ്കിലെയും അറിയപ്പെടുന്ന യുവ നായികമാരിൽ ഒരാളാണ് കൃതി. അതേസമയം ഇപ്പോൾ ഇവരുടെ ഇന്റർവ്യൂ ആണ് ഗലാട്ട പ്ലസ് എന്ന യൂട്യൂബ് ചാനൽ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവർ ഒരുപാട് ഭാഷകളിൽ അഭിനയിച്ചതിന്റെ അനുഭവം വെളിപ്പെടുത്തുകയാണ്. പരസ്യമേഖലയിലൂടെയാണ് ഇവർ ഈ മേഖലയിൽ എത്തുന്നത്. വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഇവർ പരസ്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. പല ഭാഷകളിൽ ഇവർ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് പല ഭാഷകളിൽ ഇവർ സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. തെലുങ്കും തമിഴും ഇവർക്ക് വലിയ വശം ഇല്ലാത്ത ഭാഷകളായിരുന്നു. എങ്കിലും അത് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ സാധിച്ചു എന്നാണ് കൃതി പറയുന്നത്. തമിഴും തെലുങ്കും പെട്ടെന്ന് പഠിച്ചെടുത്തതുകൊണ്ട് തന്നെ തനിക്ക് എല്ലാ ഭാഷകളും പെട്ടെന്ന് വഴങ്ങും എന്നൊരു കോൺഫിഡൻസ് തനിക്ക് ഉണ്ടായിരുന്നു എന്നാണ് കൃതി പറയുന്നത്. ഇത് തനിക്ക് ഒരു ചെറിയ അഹങ്കാരം പോലെ ഉണ്ടായിരുന്നു എന്നും എന്നാൽ മലയാളം സിനിമയിൽ അഭിനയിച്ചതോടെ അത് മാറിക്കിട്ടിയെന്നുമാണ് താരം പറയുന്നത്. ടോവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ARM എന്ന സിനിമയിൽ നായികയായി എത്തുന്ന കൃതിയാണ്. എന്നാൽ മലയാളം ഭാഷ പഠിച്ചെടുക്കുവാനും പറയുവാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് താരം പറയുന്നത്. ഇതിനുവേണ്ടി താൻ ഒരുപാട് മലയാളം സിനിമകൾ കണ്ടു എന്നും എന്നാൽ ഓരോ സിനിമയിലും ഓരോ സ്ലാങ് ആയിരുന്നു എന്നുമാണ് താരം ഇപ്പോൾ പറയുന്നത്. ടോവിനോ ഉൾപ്പെടെയുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ ഒരുപാട് പിന്തുണച്ചു എന്നും താൻ പറയുന്ന മലയാളം കേട്ട് ആളുകൾ ചിരിക്കുമോ എന്ന ഒരു ആശങ്ക തനിക്കുണ്ടായിരുന്നു എന്നും എന്നാൽ അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചില്ല എന്നുമാണ് താരം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. കൂടെ കൂടുക.